Welcome back to our question paper discussion session of 3rd SEM BA BSc Calicut University, course title Poetry in Hindi. We are discussing model question paper published in the university website of Calicut. In this part, we'll be discussing मैथिली शरण गुप्त की कविता सखी वे मुझसे कहकर जाते, सूर्यकांत त्रिपाठी निराला की कविता जागो फिर एक बार, नागार्जुन की कविता हम भी साझीदार थे और सच्चिदानंद हीरानंद वात्स्यायन अज्ञे जी की कविता मैंने कहा पेड़. Videos related to all these poems are already uploaded, yet we will have a quick revision. Moving on to the question paper, part A. First question is related to मैथिली शरण गुप्त जी की कविता सखी वे मुझसे कहकर जाते. ക്വസ്റ്റ്യൻ എന്താണ്? യശോധര की शिकायत क्या है? क्या है യശോധര की शिकायत? അത് കവിതയുടെ ടൈറ്റിലിൽ തന്നെ ഉണ്ട്. എന്താണ്? कि वे मुझसे कहकर जाते. ഗൗതം ബുദ്ധ് അല്ലെങ്കിൽ കിങ് സിദ്ധാർത്ഥ് സത്യാന്വേഷണത്തിന് വീട് വിട്ടിറങ്ങിയപ്പോൾ യശോധരയും കുഞ്ഞ് രാഹുലും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വാക്ക് പറയാതെ പോയി. അതാണ് യശോധര की शिकायत. വേ മുझसे कहकर नहीं गए. പറയാതെ പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉറങ്ങിക്കിടക്കുന്ന വൈഫും കുട്ടിയും ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഗൗതം ബുദ്ധ് ഇതെല്ലാം ത്യജിച്ചുകൊണ്ട്, ഒരു രാജകുമാരനായിരുന്നു, അതെല്ലാം ത്യജിച്ചുകൊണ്ട് കൊട്ടാരം വിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ പറയാതെ പോയി എന്നതാണ് യശോധര की शिकायत. 15th question is also related to सखी वे मुझसे कहकर जाते. യശോധര की दृष्टि में गौतम बुद्ध का अपराध क्या है? അതും സെയിം ആൻസറാണ്. ആക്ച്വലി യശോധരയുടെ കാഴ്ചപ്പാടിൽ ഗൗതം ബുദ്ധിൻ്റെ എന്താണ് ഗൗതം ബുദ്ധ് ചെയ്ത കുറ്റം? വേറെ ഒന്നുമല്ല, പറയാതെ പോയി, തന്നോട് ഒരു വാക്ക് പറയാതെ പോയി. അത് തന്നെയാണ് ഗൗതം ബുദ്ധ് ചെയ്ത അപരാധ്. ഇതിൻ്റെ പോയറ്റ് मैथिली शरण गुप्त ആ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഒക്കെ ഉള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, അതുപോലെ സ്ത്രീ കഥാപാത്രം ഏതാണെന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഗൗതം ബുദ്ധിനെയാണ്. ലോകം മുഴുവനും ഗൗതം ബുദ്ധയുടെ നേട്ടങ്ങളുടെ പിറകെ പോയപ്പോൾ मैथिली शरण गुप्त യശോധരയുടെ വിരഹമാണ് കണ്ടത്. അതുപോലെ ലോകം മുഴുവനും രാം, സീത, ലക്ഷ്മൺ ഇവരുടെ മേലിലുള്ള പല കാവ്യങ്ങൾ രചിക്കുമ്പോൾ मैथिली शरण गुप्त ലക്ഷ്മണൻ്റെ വൈഫായ വിരഹിണിയായ ഊർമിളയുടെ കഥയാണ് സാഹിത്യത്തിൽ പറയുന്നത്. അങ്ങനെ मैथिली शरण गुप्तൻ്റെ ഒരു പർപ്പസ് തന്നെ അതായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും അതാണ്, യശോധരയുടെ ദുഃഖമാണ് കാണുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. कि गौतम बुद्ध बिना कहकर गए, कहकर चले जाते. सखी वे मुझसे अगर कहकर जाते तो मुझे इतना दुख नहीं होता. സഖി വേ മുझसे कहकर जाते എന്ന പോയത്തിൽ നിന്ന് പാർട്ട് ബിയും സിയിലും ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. സഖി വേ മുझसे कहकर जाते പോയത്തിൽ വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? ഇത് പ്രതീക്ഷിക്കാം. സ്വയം സുസജ്ജിत करके क्षण में प्रियतम को प्राणों के पन में हमी भेज देती हैं रण में क्षात्र धर्म के नाते. क्षत्रिय धर्म के नाते स्त्रियां कैसे अपने प्रियतम को रणभूमि में भेजती हैं? अधूरा क्वेश्चन आगा. कैसे भेजती हैं? क्षात्र धर्म के नाते. स्वयं सुसज्जित करके क्षण में भेज देती हैं. अधूरा प्रोबेबल क्वेश्चन आगा. പിന്നൊരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേരായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ എങ്ങനെയാകാം? യശോധര ക്യോं अपने आप को अभागा मानती है? അതാകാം ഈ നെക്സ്റ്റ് പാസേജിൽ. क्योंकि जिसने उसे अपनाया था उसी ने त्याग दिया, इसलिए वो अपने आप को अभागा मानती है. സ്വന്തമാക്കിയ ആൾ തന്നെ ത്യജിക്കുകയാണ്. അപ്പം പിന്നെ അതിൽ വിധി എന്നല്ലാതെ അഭാഗ, അൺലക്കി, നമ്മളെ വേറൊരാളല്ല ചതിക്കുന്നത്, സ്വന്തം ഭർത്താവാണ്, അതും ഒരു രാജാവായ ഭർത്താവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേരാ ഭാഗ്യ അഭാഗ ഹേ എന്നാണ് യശോധര പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും പ്രതീക്ഷിക്കാം. യശോധര ബുദ്ധയ്ക്ക് ലോട്ട് ആനെ പർ ക്യാ ആശാ രഖ്തി ഹൈ? അതിങ്ങനെ ആകാം. ജബ് വേ ലോട്ട് ആവേങ്കെ തോ വേ അപൂർവ അനുപം കുച്ച് ലാവേങ്കെ. ഈ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വളരെ മഹനീയമായ എന്തോ സിദ്ധി നേടാനാണ് അദ്ദേഹം പോയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ജബ് ലോട്ട് ആവേങ്കെ तो कुछ अपूर्व अनुपम लावेंगे സഖീവെ മുസ്സെ കെഹക്കർ ജാത്തെ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പറയുന്നു, എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഞാനൊരു ക്ഷത്രിയ നാരിയാണ്, സ്ത്രീയാണ്. ഞങ്ങളുടെ പാരമ്പര്യം തന്നെ എങ്ങനെയാണ്, ഈ യുദ്ധത്തിന് പോകുന്ന സഹോദരങ്ങളായാലും അച്ഛനായാലും ഭർത്താവായാലും നിമിഷത്തിനകം ഞങ്ങൾ പൂജ അർച്ചനയൊക്കെ ചെയ്ത് അവരെ വാശിയോടെ വിടുകയാണ് യുദ്ധഭൂമിയിലേക്ക്. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന വിലപിക്കുന്ന യശോധര പിന്നീട് പറയുകയാണ്, പറയാതിരുന്നത് തന്നെ നന്നായി. കാരണം എൻ്റെ ഈ കണ്ണുനീര്, മേരെ ആँखों से जो आंसू बहते हैं സദയ ഹൃദയവേ കേസേ സഹത്തെ, വളരെ ലോല ഹൃദയം ഉള്ള അദ്ദേഹം എങ്ങനെ അത് സഹിക്കും? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കരച്ചിൽ തുടങ്ങിയേനെ. അപ്പം എൻ്റെ ഈ കണ്ണുകളുടെ ആ കരച്ചിൽ, എൻ്റെ ഈ കരച്ചിൽ ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യശോധര അവസാനം എന്ത് ആശ്വസിക്കുകയാണ്, വേ കുച്ച് അപൂർവ അനുപം ലാവേങ്കെ, പോയി വരട്ടെ, പോയി വരുമ്പോൾ എന്തെങ്കിലും അപൂർവമായ അനുപമമായ എന്നുവെച്ചാൽ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സിദ്ധി നേടാനായിരിക്കുമല്ലോ അദ്ദേഹം പോയത്, അദ്ദേഹം നേടി വരട്ടെ. എന്നാലും സഖി എനിക്കൊരു വിഷമമേ ഉള്ളൂ, എന്നോട് പറയാതെ പോയല്ലോ. അടുത്ത പോയം സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ജാഗോ ഫിർ ഏക് ബാർ എന്ന കവിതയെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ്. 5th ക്വസ്റ്റ്യൻ, നിരാല കിസ്കോ ജാഗ്രത് ഹോനെ കാ ആഹ്വാൻ കർ രഹാ ഹെ ഓർ ക്യോं. ആ ക്വസ്റ്റ്യന് തന്നെ 2 പാർട്ടാണ്. ക്യോं എന്നൊരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആ ക്വസ്റ്റ്യന് തന്നെ ഒരു 2 ഡിവിഷനുണ്ട്. നിരാല കിസ്കോ ജാഗ്രത് ഹോനെ കാ ആഹ്വാൻ കർ രഹാ ഹെ, പിന്നെ സെക്കൻഡ് പാർട്ട് ക്യോं. 2 ചോദ്യമാണ്. ഈ നിരാലയുടെ ഈ ഒരു കവിത ജാഗോ ഫിർ ഏക് ബാർ ഒരു ജാഗരൺ ഗീതാണ്, ഉണർത്ത് പാട്ടാണ്. ആരെ ഉണർത്താനുള്ള പാട്ടാണ്? ഉറങ്ങുന്നവരെ അല്ല, ഉറക്കം നടിക്കുന്ന ഭാരതീയ ജനതയെ ഉണർത്താനുള്ളൊരു ഗീതമാണ്. അത് നമ്മൾ ആ വീഡിയോയിൽ വളരെ സമയമെടുത്ത് തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവ് ചെയ്ത് അത് കണ്ടിട്ട് വരിക, കാരണം അത് ഇച്ചിരി ഡിഫിക്കൽട്ട് പോയും കൂടാണ്. ക്വസ്റ്റ്യൻ 2 പാർട്സായിട്ടാണ്. किसको जागृत होने का आह्वान कर रहा है? भारतवासियों को जो सुप्तावस्था में थे. ये भारत के സ്വതന്ത്രതാ പ്രാപ്തിക്ക് പൂർവ് കി ബാത് ഹെ, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഈ കവിത. നമ്മളുടെ ഇവിടെ ബ്രിട്ടീഷ് രാജ് ഭരിച്ചിരുന്ന സമയത്തുള്ള കവിതയാണിത്. ഈ കവികളെല്ലാം ആ കാലഘട്ടത്തിലുള്ള കവികളാണ്. മുരളീധരൻ ഗുപ്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, ഇവരെല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ പെട്ടാണ്. ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കവിതയാണ്. അപ്പോൾ ഇതൊരു ഉദ്ബോധൻ ഗീതാണ്, ഉണർത്ത് പാട്ടാണ്. സെക്കൻഡ് ക്യോं എന്ന് വെച്ചാൽ കിസ്കോ ജാഗ്രത് ഹോനെ കാ ആഹ്വാൻ കർ രഹേ ഹൈ ഓർ ക്യോं എന്ന് ചോദിച്ചാൽ വിദേശി शासन के विरुद्ध आवाज़ उठाने के लिए और मातृभूमि के प्रति राष्ट्रीयता की भावना जगाने के लिए, മദർലാൻഡിനോടുള്ള ഒരു സ്നേഹം വരാൻ വേണ്ടി. കാരണം ആ സമയത്ത് ജനങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ കൾച്ചറും അവരുടെ വേഷവിധാനവും അതാണ് മോഡേൺ എന്ന് വിചാരിച്ച് കുറേ ഇന്ത്യൻസും കുറച്ച് ഇംഗ്ലീഷ് പഠിച്ച് കുറച്ച് ഗവൺമെൻറ് സർവീസിൽ കയറി. പിന്നെ നമ്മുടെ കൾച്ചറും നമ്മുടെ പുരാണവും ഇതിഹാസവും എല്ലാം പഴഞ്ചൻ എന്നുള്ളൊരു ഫീലിംഗ് അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായി. ഇന്നും അത് നമ്മൾ ആ ഒരു നിയോ കൊളോണിയലിസം ഇന്നും നമ്മൾ കൊണ്ടാടുന്നു. ബ്രിട്ടീഷുകാർ ചെയ്യുന്ന എല്ലാം ശ്രേഷ്ഠമാണ്. അവരുടെ നല്ലതും ഉണ്ടായിരുന്നു, നല്ലതും ചീത്തയും ഉണ്ട്. പക്ഷെ നമുക്കത് വേർതിരിയാൻ, പക്ഷെ നമ്മളതെല്ലാം അവരുടെ നല്ലതാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ജാഗോ ഫിർ ഏക് ബാർ ഫിർ ജാഗോ. നിങ്ങളുടെ പൈതൃകം, നിങ്ങളുടെ കൾച്ചർ ഇതിനേക്കാളും വളരെ ശ്രേഷ്ഠമാണ്, അത് ഓർത്തിരിക്കുക, അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഉണർത്ത് പാട്ടാണ് നിരാലയുടെ ഈ ഒരു ജാഗരൺ ഗീത്. ദെൻ മൂവിങ് ഓൺ ടു പാർട്ട് 2, ക്വസ്റ്റ്യൻ 23, നിരാല കി കാവ്യകല. ദിസ് ഇസ് 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി BA ഹിന്ദി മെയിൻ അല്ലെങ്കിൽ MA ഹിന്ദിക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. നിരാല കി കാവ്യകല. നിരാലയുടെ ഒരു പോയം മാത്രം പഠിച്ച നിങ്ങൾ എങ്ങനെയാണാവോ നിരാലയുടെ കാവ്യകല മനസ്സിലാക്കുന്നത്? നിരാല ഒരു ഛായാവാദി പോയറ്റാണ്, ഛായാവാദി കവിയാണ്. ഛായാവാദി എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ ഒരു ട്രെൻഡിന് ഇംഗ്ലീഷിലെ റൊമാൻറ്റിസിസം, നേച്ചർ ലവിങ് പോയറ്റ്സിൻ്റെ ആ ഒരു ട്രെൻഡാണ് ഹിന്ദിയിൽ ഛായാവാദി എന്ന് അറിയപ്പെടുന്നത്. അപ്പം നിരാലയുടെ കാവ്യകല നിങ്ങളൊരു ജാഗോ ഫിർ ഏക് ബാർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ.
അപ്പോൾ ജാഗോ ഫിർ ഏക് ബാറിൻ്റെ കാവ്യകലയാണോ ഇവർ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും നിരാലയുടെ കാവ്യകല എന്ന് ചോദിക്കുമ്പോൾ നിരാല ഒരു ഛായാവാദി പോയറ്റാണെന്ന് എഴുതണം. ഛായാവാദി കാവ്യത്തിൽ ചില വിശേഷതകളുണ്ട്, അത് ഈ കവിതയിലും പ്രതിഫലിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രകൃതി കാ മനോരം വർണ്ണൻ, പ്രകൃതി കാഫി വർണ്ണൻ ഹോത്താ ഹെ. നേച്ചറിനെ വളരെയധികം വർണ്ണിക്കുന്ന ഒരു കവിത ട്രെൻഡാണ് ഛായാവാദി കവിത. प्रकृति में मानवीकरण अलंकारों का प्रयोग करना, फिर कविता में राष्ट्रीयता का बोध, രാഷ്ട്രീയ ബോധം ഉണർത്തുക, അത് വളരെ അധികം ഉണ്ടായിരുന്നു ഛായാവാദി കാവ്യയിൽ. അതുപോലെ നിരാലയുടെ കാവ്യകലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയേണ്ടത് ഈ മുക്തഛന്ദ് എന്നുള്ളൊരു ഫീൽ. മനുഷ്യർക്ക് എങ്ങനെ ബന്ധനം ഇഷ്ടമല്ല, അതേപോലെ കാവ്യത്തിനും ഈ വൃത്തങ്ങളും അലങ്കാരത്തിൻ്റെ ഒന്നും ബന്ധനം ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാങ്ക് വേഴ്സ് അല്ലെ ഫ്രീ വേഴ്സിൽ ആദ്യമായിട്ട് ഹിന്ദി സാഹിത്യത്തിൽ കവിത എഴുതിയ ആളാണ് നിരാല. ജൂഹി കി കലി എന്ന കവിതയാണ് അങ്ങനെ നിരാല ആദ്യമായിട്ട് എഴുതിയ ഒരു കവിത, ബ്ലാങ്ക് വേഴ്സിൽ. അത് നിരാലയുടെ ഒരു കാവ്യകലയിൽ പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഭാഷയുടെ പറയുകയാണെങ്കിൽ ഭാഷ അല്പം ക്ലിഷ്ടമായിട്ടുമുണ്ട് പല സ്ഥലത്തും. അത് ഈ ജാഗോ ഫിർ ഏക് ബാറിൽ നമുക്ക് സംസ്കൃത്നിഷ്ഠ ഭാഷ പല സ്ഥലത്തും നമുക്കത് ബോധഗമ്യമാവാത്ത രീതിയിൽ നിരാലയുടെ കാവ്യം ശരിക്കും മനസ്സിലാകാതെ പോകുന്ന രീതിയിൽ നിരാലയുടെ ഭാഷ പ്രയോഗമുണ്ട്. അപ്പോൾ അതും നിരാലയുടെ ഒരു കാവ്യകലയാണ്. അതും നമുക്ക് നിരാലയുടെ കാവ്യത്തിൻ്റെ ഭാവപക്ഷ അല്ലെ ശില്പപക്ഷയിൽ പറയാവുന്ന കാര്യമാണ്. പാർട്ട് സിയിൽ 27th ക്വസ്റ്റ്യൻ ജാഗോ ഫിർ ഏക് ബാർ കവിത കാ പ്രതിപാദ്യ. അപ്പോൾ പാർട്ട് സിയിൽ ഒരു എസ് എ ക്വസ്റ്റ്യനായിട്ട് ജാഗോ ഫിർ ഏക് ബാർ ചോദിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ നിങ്ങളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ ജാഗോ ഫിർ ഏക് ബാർ എന്ന പോയത്തിൻ്റെ ആ വീഡിയോ ഞാൻ ഹിന്ദിയിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അത് നന്നേ മനസ്സിലാക്കുക. ആനോട്ടേഷനായിട്ട് വന്നില്ലെങ്കിലും അതിൻ്റെ ആകമൊത്തം ആ ഒരു കവിതയുടെ കാര്യം മുഴുവനും ഈ കവിതയുടെ പ്രതിപാദ്യം എന്തുവാണെന്ന് ചോദിക്കുമ്പോൾ എഴുതണം. കാരണം അത് ക്യാരീസ് 10 മാർക്സ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജാഗോ ഫിർ ഏക് ബാർ ആ പോയറ്റിനെ പറ്റി എഴുതണം, നിരാലയെ പറ്റി എഴുതണം. പിന്നെ ആ കവിതയുടെ ആകമൊത്തം ഒരു ഷോർട്ട് സമ്മറിയും അതിനൊപ്പം തന്നെ നിങ്ങളുടെ ക്രിട്ടിക്കൽ വ്യൂവും. ആ കവിത വായിച്ച് നിങ്ങളിൽ ഉളവാക്കിയ ആ ഒരു ചേതന എന്താണ്, ഒരു രാഷ്ട്രീയ ബോധം. അന്നത്തെ പോയറ്റ്സിൻ്റെ ഓരോ രീതികളാണ്. നമ്മുടെ ഒരു നേഷനോട് സ്നേഹം തോന്നുന്ന രീതിയിൽ ജനങ്ങൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ ഒരു കവിതയാണ്. ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയെന്ന് വെച്ചാൽ ബന്ധനത്തിലാണെന്നറിഞ്ഞിട്ടും ഭാരത്വാസി ആ സമയത്ത് ഉറക്കം നടിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കവിതയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ജാഗോ ഫിർ ഏക് ബാർ വളരെ വിശാലമായിട്ട് നിങ്ങൾ ഞാനത് ഇവിടെ അതിൻ്റെ സമ്മറി റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വളരെ ടൈം എടുത്ത് ഞാൻ ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണുക. അത് ഇച്ചിരി ഡിഫിക്കൽട്ടുമാണ്, അത് പല പ്രാവശ്യം കാണുക, എന്നാലേ അത് ഓർത്തിരിക്കാനും പറ്റുള്ളൂ. നെക്സ്റ്റ് പോയറ്റ് നമ്മുടെ നാഗാർജുൻ അല്ലെങ്കിൽ ബാബ നാഗാർജുൻ അറിയപ്പെട്ടിരുന്ന പോയറ്റിൻ്റെ ഹം ബേ സാജിദാർ ഥേ എന്ന കവിതയാണ്. പാർട്ട് എ 7th ക്വസ്റ്റ്യൻ നാഗാർജുൻ കെ അനുസാർ ഹം കിസ്കെ സാജിദാർ ഹേ. ആ കവിതയിൽ നാഗാർജുൻ നമ്മളും കിസ്കെ സാജിദാർ ഹേ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യും അതിലുണ്ട്, നമുക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് കാര്യമാണ് അത്? വേറെ ഒന്നുമല്ല, മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ ഭാരതീയരായ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ആ കവിതയിൽ എടുത്തു പറയുന്ന സോ കോൾഡ് ബുദ്ധിജീവി വർഗ് എന്നറിയപ്പെടുന്ന എഴുത്തുകാർക്കും ഉത്തരവാദിത്വമുണ്ട്. അതാണ് നാഗാർജുൻ के अनुसार हम किसके साझीदार हैं? हम राष्ट्रपिता महात्मा गांधी के मृत्यु के साझीदार हैं. हम भी साझीदार हैं ആ ഒരൊറ്റ ക്വസ്റ്റ്യനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെയും പ്രതീക്ഷിക്കാം. തൽക്കാലം ഇതിൽ ഇത്രയേ കാണുന്നുള്ളൂ. നെക്സ്റ്റ് പോയം मैंने कहा पेड़ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്ഗയുടെയാണ്. അദ്ദേഹത്തിൻ്റെ പോയത്തിൽ നിന്ന് 6th ക്വസ്റ്റ്യൻ मैंने कहा पेड़ का मुख्य संदेश क्या है? मैंने कहा पेड़ അജ്ഞയുടെ ഒരു പ്രകൃതിയിൽ
കാണുന്ന ഒരു വിനയം, പ്രകൃതിയിലെ വിശാലമായ വൃക്ഷത്തിന് അത് കാണിക്കുന്ന വിനയമാണ്. അത് കണ്ട് നമ്മൾ നമ്മുടെ വേരുകൾ ഓർക്കണം, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ മുഖ്യ സന്ദേശ്. मैंने कहा पेड़ का मुख्य संदेश क्या है? मुख्य संदेश यही है कि विशाल पेड़ के जैसे विनम्र होना चाहिए അല്ലേ? അതിൽ പറയുന്നത് എന്താണ്? ആ വൃക്ഷത്തിനോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഇത്രയും കാറ്റും മഴയൊക്കെ കൊണ്ടിട്ടും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? എന്ത് വിശാലമാണ്, നീ എന്ത് സ്ട്രോങ് ആണ്. അത് കേട്ടപ്പോൾ ആ വൃക്ഷം പറഞ്ഞ എന്താണ്? ശ്രേയ ഹേ तो मेरे पैरों तले इस मिट्टी को जिसमें न जाने कहाँ मेरी जड़ें खोई हैं. ഞാൻ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ വേരുകൾ താഴേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ഈ മണ്ണിനോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ऊपर उठा हूँ उतना ही आकाश में जितना कि मेरी जड़ें नीचे दूर धरती में समाई है. ഞാൻ ഈ മുകളിൽ ആകാശം വരെ പൊങ്ങി നിൽക്കുന്ന എൻ്റെ ശിഖരങ്ങൾ അത്രയും തന്നെ താഴോട്ട്, നിങ്ങൾ കാണാത്തൊരു സത്യം എനിക്കുണ്ട്, അത്രയും തന്നെ ഞാൻ ഭൂമിയുടെ ഉള്ളിലോട്ട് എൻ്റെ വേരുകൾ പോയിരിക്കുകയാണ്. ആ മണ്ണാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ആ സന്ദേശമാണ് നമ്മൾ എത്ര ഉയർച്ചയിൽ നമ്മൾ എത്തുന്നു അത്രയും വിനയവും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. ഹമേ യെ नहीं भूलना चाहिए कि हम कहाँ से आए हैं. हमारा श्रेय कुछ नहीं है, हम अपने आप में कुछ नहीं है. ये अहंकार हमें नहीं करना चाहिए. ഇതാണ് मैंने कहा पेड़ का संदेश. വളരെ ക്ലിയർ ആയിട്ട് ആ വൃക്ഷം പറയാണ്, ശ്രേയ കുച്ച് മേരാ नहीं जो है इस नामहीन मिट्टी का. और हाँ, इन सब उगने डूबने भरने चीजने बदलने मलने मसीजने बनने मिटने वालों का भी शतियों से मैंने बस एक सीख पाई है. जो मरण धर्मा है वे ही जीवन दाई है. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വൃക്ഷനെ സദിയോं से क्या सीख पाई है? यही सीख पाई है कि जो मरण धर्मा है वे ही जीवन दाई है. ഒന്ന് ചീഞ്ഞരികട്ടെ അടുത്ത ജീവൻ തളിർ ഇടത്തുള്ളൂ. അപ്പം നമ്മൾ ഒന്ന് നശിച്ചു പോയിട്ടാണ് മറ്റുള്ളവർക്ക് വളമായി മാറുന്നത്. അപ്പം നിസ്വാർത്ഥമായ ഒരു സേവാഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവൺ പാർട്ട് സി, there is one question related to मैंने कहा पेड़. Question 25, मैंने कहा पेड़ में अभिव्यक्त पारिस्थितिक चेतना. ആക്ച്വലി ഇത് ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഇതിലൊരു പാരിസ്ഥിതിക് ചേതനയില്ല. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്. പാരിസ്ഥിതിക് ചേതന എന്ന് പറയുമ്പോൾ എക്കോ ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്കോ ക്രിറ്റിസിസത്തിനെ ബേസ് ചെയ്ത് ഈ കവിതയെ നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനാണ്. ഇത് പേട് ഒരു വൃക്ഷമായതുകൊണ്ട് അതിനെ ഒരിക്കലും നമുക്ക് പാരിസ്ഥിതിക് ചേതനയായിട്ട് ഡയറക്റ്റ്ലി കണക്ഷൻ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. എന്താണ് എക്കോ ക്രിറ്റിസിസം? പ്രകൃതിയെ വെറുതെ വർണ്ണിക്കുക മാത്രമല്ല, പ്രകൃതിയിൽ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്ത് സാഹിത്യത്തിൽ കാണിക്കുമ്പോഴാണ്, അതിനെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴാണ് അതിനെ ഒരു പാരിസ്ഥിതിക് ചേതന അതിൽ വരുന്നത്. ഇതിൽ വേറൊരു ആംഗിളിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ഈ ഒരു കവിത എഴുതിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഈ അഗേ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം വ്യക്തിവാദി ചിന്ത വെച്ച് പുലർത്തിയിരുന്ന ഒരാളാണ്. അസ്തിത്വവാദി ചിന്ത എന്ന് പറയും, എക്സിസ്റ്റൻഷ്യലിസം. നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും വളരെ ഷോർട്ടായിട്ട് പറയാം. അഗയുടെ മുമ്പിലത്തെ കാലഘട്ടത്തിലെ കവികളെല്ലാം പ്രഗതിവാദി കാവ്യരചന ആയിരുന്നു. പ്രഗതിവാദിയിൽ മാർക്സിസ്റ്റ് ചിന്താഗതിയുള്ള രചനകൾ. മാർക്സിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ചൂഷണത്തിന് ഇരയായവർ, തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരെ മുന്നിൽ നിർത്തി അവരുടെ ബെനിഫിറ്റിന് വേണ്ടി കൂടുതൽ ചെയ്യുന്ന ഒരു രീതിയാണ് മാർക്സിസ്റ്റ് ചിന്താഗതി. അത് സാഹിത്യത്തിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മളതിനെ ആ രീതിയിൽ പ്രഗതിവാദി രചന എന്ന് പറയാറുണ്ട്. അഗേ എക്സിസ്റ്റൻഷ്യലിസത്തിൽ വിശ്വസിച്ച വ്യക്തിയാണ് കൂടുതലും. അദ്ദേഹം പറയുന്നത് സമൂഹം ഉണ്ട്, സമൂഹത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ വ്യക്തി എന്ന നിലയ്ക്ക് വ്യക്തിയുടേതായ ഒരു സ്വാതന്ത്ര്യവും വ്യക്തിയുടേതായ ഒരു ഇമ്പോർട്ടൻസും, വ്യക്തി ഹാപ്പി ആയാലേ സമൂഹം ഹാപ്പി ആവുള്ളൂ എന്നാണ് അഗേ വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പല രചനകളും അങ്ങനെ. പക്ഷേ അത് ഒരുപാട് കോൺഫ്ലിക്ട്സ് അദ്ദേഹത്തിന് ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ
പല കവിതകൾ ഞാൻ അങ്ങനെയല്ല, എനിക്ക് സൊസൈറ്റിയും എനിക്ക് ഇമ്പോർട്ടൻസ്, ഞാൻ അങ്ങനെയല്ല, എനിക്ക് സൊസൈറ്റിക്കും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കവിതയാണ് ഈ मैंने कहा पेड़. അതുപോലെ അദ്ദേഹത്തിൻ്റെ നദി കെ ദ്വീപ് എന്ന ഒരു പോയവും അതേ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നോവലും ഉണ്ട്, നദി കെ ദ്വീപിൽ. അതിലും അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്, ഒരു ദ്വീപ്, ഒരു ഐലൻഡിന്, ഒരു റിവറിൻ്റെ നടുക്ക് ജീവിക്കുമ്പോൾ ഐലൻഡിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അവിടെ ദ്വീപ് ഒരു വ്യക്തിയാണ്, നദി ഒരു സമൂഹമാണ്. അപ്പോൾ വ്യക്തിയും സമൂഹവും പരസ്പരം റിലേറ്റഡ് ആണ്. വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് നിലനിൽക്കെ തന്നെ വ്യക്തിയുടെ വളർച്ചയിൽ സമൂഹത്തിനും കൈയുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു കവിതയാണ് നദി കെ ദ്വീപ്. ഇവിടെയും ആ ഒരു ദർശനമാണ് കാണുന്നത്. मैंने कहा പേടിനെ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം പല പ്രാവശ്യവും റീഡ് ചെയ്തു, പക്ഷേ അതിലെങ്ങും ഒരു പാരിസ്ഥിതിക് ചേതന കണ്ടെത്താനായില്ല. ഇവിടെ വൃക്ഷനെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ വൃക്ഷ ഒരു വ്യക്തിയായിട്ടും ആ മണ്ണും ആ മണ്ണിലെ വളവും ജലവും എല്ലാം സമൂഹമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വ്യക്തി ഒറ്റയ്ക്കാരുമല്ല. ആ വൃക്ഷം വളരെ വിനയത്തോടെ പറയുന്നത്, ഞാൻ ഇത്രയും തടിച്ചു വളർന്ന് വെയിലും കാറ്റത്തുമൊക്കെ നിൽക്കുന്നെങ്കിൽ എൻ്റെ പിന്നിൽ എന്നെ വളർത്തിയ ഈ ഒരു സമൂഹമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു മണ്ണ്, എൻ്റെ വേരുകൾ ആഞ്ഞിറങ്ങിയിരിക്കുന്ന ഈ മണ്ണാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ ബാഹ്യമായിട്ട് എൻ്റെ വളരെ ബലവിഷ്ടമായ എൻ്റെ ഈ ഒരു ശരീരം മാത്രമേ കാണുന്നുള്ളൂ, എൻ്റെ ഈ ഒരു വലിയ സ്ട്രക്ചർ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പം ഞാൻ ആരുമല്ല, എൻ്റെ ഈ സമൂഹം, എന്നെ വളർത്തിയ സമൂഹവും വളരെ, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, എൻ്റെ സമൂഹത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നെ ഈ രീതിയിലാക്കുന്നതിൽ. അങ്ങനത്തെ ഒരു ചേതനയാണ് ഇവിടെ, സമഷ്ടിവാദി ചേതനയാണ് ഇതിൽ കാണുന്നത്. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്. കാരണം പാരിസ്ഥിതിക് ചേതന എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മരം വെട്ടുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മൾ മരം വനം മുഴുവനും കത്തിച്ച് നശിക്കുന്ന കാര്യമോ അതിനെപ്പറ്റി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് ആയിട്ടുള്ളൊരു പോയവേ അല്ല ഇത്. Then I have read this poem plenty times for this soul question. ഞാൻ ഒന്നുകൂടെ റീഡ് ചെയ്യാം. मैंने कहा पेड़ तुम इतने बड़े हो, इतने कड़े हो, न जाने कितने 100 बरसों के आंधी पानी में सिर ऊंचा किए अपनी जगह अड़े हो. सूरज उगता डूबता है, चांद भरता छींचता है, ऋतुएं बदलती हैं, मेघ उमड़ता पसीजता है, और तुम सब सहते हुए, संतुलित शांत धीर रहते हुए, विनम्र हरियाली से ढके, पर भीतर ठोट कठेटे खड़े हो. കണ്ടോ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും ഋതുക്കൾ വന്നുപോയി, മേഘങ്ങളൊക്കെ വന്നുപോയി, മഴ വന്നു, വെയിൽ വന്നു, സൂരജ് ഉഗുത്താ ഡൂബുത്താ ഹേ എന്ന് വെച്ചാൽ ഋതുക്കൾ മാറി മാറി വന്നു, ദിവസങ്ങൾ കഴിഞ്ഞ് വന്നു. പക്ഷേ ഇത്രയും വർഷമായിട്ടും നിൻ്റെ ഒരു നിലനിൽപ്പ്, നീ എന്തൊരു ശക്തിയായിട്ട് നിൽക്കുന്നല്ലോ, എങ്ങനെ ഇത് സാധിക്കുന്നു? കാമ്പാ പേട് മർമിത് പത്തിയാ ബോലി മാനോ, നഹി 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 ഝൂട്ടാശ്രയ മുझे മത് ദോ. അപ്പം വളരെ വിനയത്തോടെ ഇലകളെല്ലാം ഇങ്ങനെ കുലുക്കി വിനയത്തോടെ വൃക്ഷം പറയാണ്, നഹി 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 ഝൂട്ടാശ്രയ മുझे മത് ദോ, എന്നെ വെറുതെ പുകഴ്ത്തല്ലേ. मैं तो बार बार झुकता गिरता उखड़ता, या कि सूख ढूंढ हो के टूट जाता, श्रेय है तो मेरे पैरों तले इस मिट्टी को. ഇല്ല എന്നെ വെറുതെ പുകഴ്ത്തല്ലേ, ഞാൻ പല പ്രാവശ്യവും എൻ്റെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞ് ഉണങ്ങി കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പല പ്രാവശ്യവും ഞാൻ തളർന്നു പോയിട്ടുണ്ട്. അഗർ ശ്രേയ ഹേ, ഞാൻ എന്തിനോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വോ ക്യാ ഹേ, മേരെ പേരോ തലേ ഇസ് മിട്ടി കാ, ഞാൻ ഈ നിൽക്കുന്ന ഈ മണ്ണാണ് എന്നെ ഞാനാക്കി മാറ്റിയിരിക്കുന്നത്. ജിസ്മേ ന ജാനെ കഹാ മേരി ജടേ ഖോയി ഹേ, എവിടെയാണെന്നറിയില്ല, എനിക്ക് പോലും അറിയില്ല എൻ്റെ വേരുകൾ എവിടം വരെ ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, എവിടം വരെ പോയിരിക്കുന്നത്. അപ്പം ഞാൻ എന്ന വ്യക്തി ഉണ്ടാവാൻ വേണ്ടി ഈ സമൂഹം പല രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഫാമിലി ആകാം, അത് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ऊपर उठता हूँ उतना ही आकाश में, जितना कि मेरी जड़ें नीचे दूर धरती में समाई है. എത്ര മുകളിൽ ഞാൻ ആകാശത്തേക്ക് പോകുന്നോ അത്രയും താഴെ എൻ്റെ വേരുകൾ ആഞ്ഞ് പതിച്ചതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. ശ്രേയ കുച്ച് മേരാ നഹി, ജോ ഹേ ഇസ് നാമഹീൻ മിട്ടി കാ,
और हाँ, इन सब उगने डूबने भरने छीजने बदलने मलने पसीजने बनने मिटने वालों का भी इन सभी का ശ്രേയ है. സൂര്യൻ വന്നു പോകുന്നു. അപ്പം ചോദ്യകർത്താവിൻ്റെ ചോദ്യം എന്തായിരുന്നു? ഈ സൂര്യൻ ഇത്രയും തീക്ഷ്ണതയോടെ വരുന്നു, മഴ പെയ്യുന്നു, കാറ്റ് പെയ്യുന്നു, ഇതിലെല്ലാം നീ പിടിച്ചു നിന്നല്ലോ, അപ്പം നീ ഇവരെക്കാളും ഒക്കെ ശക്തിശാലിയല്ലേ ഹേ വൃക്ഷമേ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ മണ്ണിനോടാണ് എന്നാണ് ഈ വൃക്ഷം പറയുന്നത്. രണ്ടാമത് ഈ വൃക്ഷം പറയുന്നത് എന്താണ്? ഇൻ സബ് ഉഗ്നെ ഡൂബനെ, ഈ സൂര്യൻ വന്നു പോകുന്നു, വെറുതെ വന്നു പോകുമല്ല. സൂര്യൻ്റെ പ്രകാശം കാരണം എൻ്റെ ഇലകൾക്ക് നമുക്കറിയാം ഫോട്ടോസിന്തസിസിലൂടെ ഈ സൂര്യൻ്റെ പ്രകാശമാണ് ഇത് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ സൂര്യൻ വെറുതെ വന്നു പോകുമല്ല, സൂര്യൻ എന്നെ ഒരുപാട് ഉപകാരം ചെയ്യുന്നു. അതുപോലെ മഴ വന്നു പോകുന്നത്, ആ വെള്ളം എനിക്ക് ജീവദായിനിയാണ്. അങ്ങനെ ഈ വന്നു പോകുന്നവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ച്, എന്താണ്? मैंने सदियों से बस एक सीख पाई है, जो मरण धर्मा है वे ही जीवनदायी है. ഇല്ലാതായിട്ട് മെഴുകുതിരി കത്തി ഇല്ലാതായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന പോലെ സൂര്യനും മഴയും വെയിലും മേഘങ്ങളും എല്ലാം എനിക്ക് വളമായി മാറുക ചെയ്തത്. അപ്പോൾ അവരെക്കാളും ഒക്കെ ഞാൻ ശ്രേഷ്ഠമാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു ദർശനാണ് ഈ പോയത്തിൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതിലെങ്ങും ഒരു പാരിസ്ഥിതിക് ദർശനില്ല. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാതിരിക്കട്ടെ. നെക്സ്റ്റ് പാർട്ടോടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈ സെമ്മിൽ തീരുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കവികളുടെ കവിതകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കണ്ടംപററി റൈറ്റേഴ്സാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിലെ കവികളാണ്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. So until we meet next time, goodbye.